വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇതിന്റെ എല്ലാം പിന്നിലെ കാരണമെന്ന് പറയുന്നത് മനുഷ്യനിലെ പാപാസക്തിയാണ്. കർത്താവിൽ ബഹുമാനീയരായിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. ഞാൻ പാസ്റ്റർ സോളമൻ കോട്ടയം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണമേ. ബഹുമാനമുള്ള ഒരു സൗകര്യങ്ങളൊന്നും എന്റെ വീട്ടിലില്ല. എനിക്ക് കുടിക്കില്ലെന്നാണ് ആഗ്രഹം. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഭയമാ. എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കും, ഇനി ഞാൻ മദ്യപിക്കുന്നില്ല, പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ അല്പം മദ്യം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകുവാൻ കഴിയത്തില്ല. ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അതിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ മദ്യപിക്കും. എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ന് എന്ന് പറഞ്ഞാൽ 2026 മാസം 25-ാം തീയതി ജൂൺ മാസം ഞങ്ങൾ കല്ലിശ്ശേരി മുതൽ കോട്ടയം വരെ നടത്തിയ മദ്യവിരുദ്ധ പ്രബോധന സുവിശേഷ റാലിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയോടടുത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ കുടുംബ തകർച്ചകൾക്കെതിരെ ശക്തമായ സുവിശേഷ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടിട്ട് ഒരു ചേട്ടന് ഈ സന്ദേശം അത്രയുണ്ട് അങ്ങ് പിടിക്കാതെ താൻ ആ തുറസായ സ്ഥലത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഷാപ്പിൽ നിന്ന് കള്ളും കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ ചുവട്ടിൽ വന്നിരുന്ന് മദ്യപിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ശക്തമായ നിലയിൽ ഈ മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ ഒരുപാട് അനീതിയിലേക്കും കുടുംബ തകർച്ചകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ കടത്തിവിടുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്നത്തെ തൂഫാൻ പോലെയുള്ള ഗവൺമെന്റിന്റെ തലത്തിൽ വളരെ ശക്തമായ നിയമങ്ങൾ അതിനെതിരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഒരു കൗതുകമായി തോന്നിയെങ്കിലും അത് കൗതുകമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വീഡിയോ അല്ല. കാരണം അത്രത്തോളം ഇങ്ങനെയുള്ള സന്ദേശങ്ങളെ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നവര് എതിർക്കുന്നു എന്നുള്ളതാണ്. ഈ ചേട്ടൻ എന്തായാലും അതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനൊക്കെ ഇടയായി. ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള പ്രവണതകൾ എത്ര അപകടകരമായ അവസ്ഥകളാണ്. കിട്ടുന്ന പണമെല്ലാം ഷാപ്പിലും മദ്യശാലയിലും കൊണ്ടുപോയി കൊടുത്ത് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മയാണ് ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ മതപരിവർത്തനമാണെന്ന് സുവിശേഷത്തിനെതിരെ ഇത്തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ പ്രഭാഷണങ്ങളെല്ലാം മദ്യത്തിനെതിരായി സുവിശേഷം മാനസാന്തരത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ഞാനുൾപ്പെടെ ഞങ്ങളിലുള്ളവരെല്ലാം അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ജനതകളെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ പ്രോഗ്രാമുമായി ശക്തമായി മുമ്പോട്ട് പോകുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.